നിങ്ങൾ അവസാനമായിട്ട് ആരോടെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചത് എപ്പോഴാണ്? അതിലും പ്രധാനമായി ആ ഉത്തരം വിശ്വസനീയമായിരുന്നോ? ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ആരും കാണാത്ത യുദ്ധങ്ങൾ എന്ന പുസ്തകം വായിച്ചപ്പോൾ മനസ്സിൽ ആദ്യം വന്ന ചോദ്യം ഇതാണ്. നമ്മളെല്ലാവരും പലപ്പോഴും പലവിധത്തിലുള്ള യുദ്ധങ്ങളിൽ പോരാടുന്നവരാണ്. പക്ഷേ ആ യുദ്ധങ്ങൾക്ക് ശബ്ദമില്ല, വാർത്തകളിൽ ഇടം വരില്ല, മെഡലുകൾ ലഭിക്കില്ല, എന്തിന് നമ്മുടെ വേണ്ടപ്പെട്ടവർ പോലും അത് അറിഞ്ഞെന്ന് വരില്ല. ഈ പുസ്തകം അത്തരം നിശബ്ദ യുദ്ധങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മാനസിക സംഘർഷങ്ങൾ, ആത്മവിശ്വാസക്കുറവ്, ബന്ധങ്ങളിലെ വിള്ളലുകൾ, ക്ഷമ, പ്രതീക്ഷ, നഷ്ടങ്ങൾ എന്നിവയെല്ലാം തന്നെ എഴുത്തുകാരൻ സ്വന്തം അനുഭവങ്ങളിലൂടെയും ജീവിതത്തിൽ കണ്ടുമുട്ടിയ മനുഷ്യരുടെ കഥകളിലൂടെയും സത്യസന്ധമായും പറയാൻ ശ്രമിച്ചിരിക്കുന്നു. ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മനുഷ്യരുടെ പെരുമാറ്റമാണ് കാണുന്നത്. ആ പെരുമാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നില്ല. ചിലർ ദേഷ്യപ്പെടുന്നത് വേദന കൊണ്ടാവാം, ചിലർ നിശബ്ദരാകുന്നത് തകർന്നതുകൊണ്ടാവാം, ചിലർ ചിരിക്കുന്നത് കരയാതിരിക്കാൻ വേണ്ടിയാകാം. ഈ പുസ്തകം ആരെയും വിധിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പകരം ഒരു ക്ഷണം നൽകുന്നു മനുഷ്യരെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ. ജോപ്പൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ആരെയും ഉപദേശിക്കുന്നില്ല എന്നതാണ്. പലപ്പോഴും പുസ്തകം വായിക്കുകയാണെന്ന് പോലും തോന്നുന്നില്ല, പകരം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണെന്നേ തോന്നുള്ളൂ. ഈ പുസ്തകം നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം തരില്ല. ഒരുപക്ഷെ നിങ്ങളോട് സ്വയം ചോദിക്കാതിരുന്ന പല ചോദ്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കും. ഒരുപക്ഷെ ഈ പുസ്തകത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഇതുതന്നെയായിരിക്കാം. നിങ്ങൾ ആത്മവിചിന്തനം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, മനുഷ്യരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ, ജീവിതത്തിൻ്റെ കുറച്ചുകൂടെ ആഴത്തിൽ വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കൽ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ആരും കാണാത്ത യുദ്ധങ്ങൾ. ഓർക്കുക, നമ്മൾ കാണുന്ന ഓരോ മനുഷ്യരും നമുക്കറിയാത്ത യുദ്ധങ്ങൾക്ക് നടുവിലായിരിക്കും. അതുകൊണ്ട് കരുണ ഒരിക്കലും ദൗർബല്യമല്ല. മനുഷ്യന് കഴിയുന്ന ഏറ്റവും വലിയ ശക്തിയും അതുതന്നെയാണ്.